ബംഗ്ലാദേശി പൗരന്മാർ പിടിയിൽ. പശ്ചിമ ബംഗാളിൽ നിന്നാണ് തീവ്രവാദികളെന്ന് സംശയിക്കുന്ന 3 ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയാണ് പിടികൂടിയിരിക്കുന്നത്. അതിർത്തി കടക്കാൻ ഇവരെ സഹായിച്ചവരാരെയെന്ന് അറിയാനുള്ള തീവ്ര തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പശ്ചിമ ബംഗാളിലെ മാൾട്ട ജില്ലയിലെ ബംഗോളിയിൽ നിന്നാണ് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന 3 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് മൂവരെയും അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ചോദ്യം ചെയ്യലുകളിൽ 3 പേരും ബംഗ്ലാദേശികളാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർ ഇന്ത്യൻ പ്രദേശത്ത് പ്രവേശിച്ചതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചില പ്രത്യേക ഉദ്ദേശത്തോടെ തന്നെ ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രവേശിച്ച അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് എന്ന് പ്രത്യേക സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൂവരെയും അറസ്റ്റ് ചെയ്തത്. റോഡ്, റെയിൽവേ ശൃംഖലകൾ വഴി രാജ്യത്തേക്ക് കടക്കാൻ ഏറെ സാഹചര്യം ഉള്ളയിടത്തു നിന്നാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതേസമയം അവർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം വ്യക്തമായിട്ടില്ല. ഇതുവരെയും ആരുടെ സഹായത്താലാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയതെന്നും അവർ മറുപടി നൽകിയിട്ടില്ല. അവരുടെ പ്രതികരണങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതാണ് അവരുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും സംശയം ജനിപ്പിക്കുന്നതും. കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് മാൾട്ട റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ദീപ് നാരായണൻ മുഖ്യാധിപനായ പോലീസ് സ്റ്റേഷനിലെത്തി അവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. അടുത്തിടെ ബംഗ്ലാദേശിലെ പ്രതിസന്ധി സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ബംഗ്ലാദേശുമായുള്ള അന്താരാഷ്ട്ര അതിർത്തികൾക്ക് സമീപമുള്ള ഗ്രാമത്തിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ രാജ്യത്തെമ്പാടും ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വിളയാട്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയാണ് പിടികൂടിയത്. ബംഗ്ലാദേശികൾ രാജ്യത്തിന് വൻ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും രേഖകളില്ലാതെ തന്നെയാണ് ഇവർ തമ്പടിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂരിൽ അനധികൃതമായി കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി യുവതിയെയും അതുപോലെ തന്നെ ബീഹാർ സ്വദേശിയായ ആൺ സുഹൃത്തിനെയും പിടികൂടിയത്. വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി കഴിഞ്ഞ 5 മാസമായി കേരളത്തിൽ തങ്ങിയ യുവതിയാണ് പെരുമ്പാവൂർ പോലീസിന്റെ വലയിലായതും. ബംഗ്ലാദേശ് സ്വദേശിയായ തസ്ലീമ ബീഗമാണ് സുഹൃത്ത് ബീഹാർ സ്വദേശിയായ മറ്റൊരു വ്യക്തിയുമായി അറസ്റ്റിൽ രേഖപ്പെടുത്തുന്നതും. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടത്തറ ബംഗാൾ കോളനിയിൽ നിന്ന് ഇവരെ പിടികൂടുന്നതും. വിവിധ ലോഡ്ജുകളിലെ താമസത്തിന് ശേഷമായിരുന്നു ഇവർ ആ കോളനിയിലേക്ക് എത്തുന്നതും. ഏജന്റ് മുഖാന്തരമാണ് യുവതി അതിർത്തി കടന്നതെന്നും അത് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും പറയുന്നു. തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ തങ്ങിക്കൊണ്ട് ബംഗളൂരുവിൽ എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് ആൺ സുഹൃത്തിനെ കണ്ടതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് ഇവർ പല സ്ഥലങ്ങളിലും കറങ്ങി കേരളത്തിലെത്തുകയായിരുന്നു. ജില്ലയിൽ ഇവർ താമസിച്ച സ്ഥലങ്ങളെക്കുറിച്ച് പോലീസ് ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ്. യുവതിയിൽ നിന്ന് വ്യാജ ആധാർ, പാൻ കാർഡുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതും ഏജന്റ് ശരിയാക്കി നൽകിയതാണെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായി ഇവർ കേരളത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ NIA, ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ തന്നെ ITS തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചു. ഇവർ എന്തിനാണ് പെരുമ്പാവൂരിൽ എത്തിയതെന്നതും ഇവർക്ക് സഹായം ചെയ്ത് നൽകിയവരെ കുറിച്ചും അന്വേഷിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ TM സൂഫിയയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ PM റാസിബ്, റിൻസ് M തോമസ്, ലാൽ മോഹൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.